ലിസബത്ത് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് നെല്ലിക്ക കറുപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ പലരുടെയും വിചാരം നമുക്ക് നാട്ടിലാണെങ്കിൽ നെല്ലിക്ക കറുപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം എങ്ങനെ നെല്ലിക്ക കറുപ്പിക്കുക എന്നുള്ളതൊന്നും പലർക്കും അറിയത്തില്ല. എങ്ങനെയാണ് നെല്ലിക്ക കറുപ്പിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ നെല്ലിക്ക കറുപ്പിച്ചതും മോരും ഉണ്ടെങ്കിൽ ചോറിന് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്ര നല്ല ടേസ്റ്റാണ്. നെല്ലിക്ക കറുപ്പിക്കാൻ എന്തായാലും നമുക്കൊരു മൺചട്ടി വേണം. 1 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവുകൾ ഞാൻ പറയാം. 3 ടേബിൾ സ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ഉലുവ, എരിവിനാവശ്യത്തിന് കാന്താരിമുളക് കുറച്ച് അധികം എടുക്കാം. കാന്താരിമുളക് കിട്ടിയില്ലെങ്കിൽ സാധാരണ പച്ചമുളക് ഇട്ടാലും മതി. പച്ചക്കുരുമുളക് 4 തിരി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില കുറച്ച് അധികം വേണം കേട്ടോ. പിന്നെ 2 ബോൾ വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്. ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഈ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചക്കുരുമുളകൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില. എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില മുഴുവനും ഇടണ്ട, അതിൻ്റെ പകുതി കറിവേപ്പിലയും കൂടി ഇതിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ബാക്കി നമുക്ക് പിന്നെ വറുത്ത് ചേർക്കാനുള്ളതാണ് പകുതി കറിവേപ്പില. അപ്പോൾ കുറേ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പ്, പിന്നെ നേരത്തെ വെള്ളം വേണം. വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇത് വേവിക്കാൻ. വെള്ളം കുറച്ച് അധികം ഉണ്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. വേവിക്കാന്ന് വെച്ചാൽ ഒത്തിരി വെന്തലിയണ്ട. നെല്ലിക്ക എല്ലാം ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമല്ലോ വേവുമ്പോൾ, എന്നാൽ വേവുകയും ചെയ്യണം. ആ പരുവത്തിന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ വേവിക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലിടാം. നെല്ലിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കടുക് ഉലുവയും കൂടെ വറുക്കാം. അത് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിങ്ങനെ പൊട്ടി വരും. പൊട്ടി വരുമ്പോൾ ഒത്തിരി അങ്ങനെ എല്ലാം പൊട്ടാൻ നിൽക്കണ്ട. ഒരുവിധം പൊട്ടി വരുന്ന സമയത്ത് പകുതിയൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പ്പായിരിക്കും. അതുകൊണ്ട് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടല്ലോ, അത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കടുക് ഉലുവ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി മുളകൊന്ന് വറുത്തെടുക്കാം. മുളക് തനിയായിട്ട് വറുക്കാം. അത് കളറൊന്ന് മാറി വരണം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില നല്ലതുപോലെ ഇങ്ങനെ മുരിഞ്ഞു വരണം. അത്രയും കരിഞ്ഞു പോകരുത്, നല്ലോണം മുരിഞ്ഞു വന്നാൽ മതി. ആ ഒരു പാകത്തിന് കറിവേപ്പിലയും വറുത്തെടുക്കാം. മുളകും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി കറിവേപ്പിലയും ഇതുപോലെ വറുത്തെടുക്കാം. കറിവേപ്പില നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും ആദ്യം പൊടിച്ചെടുക്കാം. അതിനുശേഷം കടുകും ഉലുവയും വേറെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ പൊടിച്ച് കഴിഞ്ഞു. കടുകും ഉലുവയും ഞാൻ പൊടിച്ചതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നെല്ലിക്ക വെന്തോന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പം നെല്ലിക്ക ഒരു നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും അത് ആദ്യം പൊടിച്ചത് മുഴുവനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടുകും ഉലുവയും വേറെയാണ് ഞാൻ പൊടിച്ചത്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് ആ വെള്ളത്തിന് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് ചേർത്താലും മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ മൂടി വയ്ക്കാം.
നമ്മൾ 2 ദിവസം കൂടുമ്പം ഇതൊന്ന് ഇളക്കിയിടുക, ഒന്ന് ചൂടാക്കുക. മൂടി വെച്ചിട്ട് തന്നെ അത് ചൂടാക്കാം. ചൂടാക്കുമ്പോൾ മുകളിൽ ചെറുതായിട്ടൊരു ആവിയൊക്കെ വരുമല്ലോ, അത്രയും മതി. അല്ലാതെ ഒത്തിരി തിളയ്ക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ട് ചൂടാകുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി വരുമ്പം കണ്ടോ, ഇപ്പോൾ ഒരു ആവി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, മൂടി തന്നെ വയ്ക്കുക. ഇനി വീണ്ടും 2 ദിവസം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കണം, ഇളക്കിയിടുക, ചൂടാക്കുക. അപ്പം ചിലപ്പോൾ നമുക്ക് മസാലയൊന്നും നോക്കണം. കടുക് ഉലുവയും നമ്മൾ പകുതിയേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതിന് കുറച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ എടുത്തത് കറക്റ്റാണ്, അത്ര അളവ് വേണം നമുക്ക്. എന്നാലും നമ്മൾ ആദ്യം മുഴുവനെ ഇടണ്ട. ചിലർക്ക് ആ ടേസ്റ്റ് ചിലപ്പം ഒത്തിരി അങ്ങനെ ഇഷ്ടമല്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ എടുത്ത കടുക് ഉലുവയും മുഴുവനും ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊന്നുകൂടെ ചൂടാക്കുക. ഇനി നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്ത് അടിയിലൊന്നും പിടിക്കരുത്, കലമാണല്ലോ, ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കുറച്ച് ചേർക്കുക. എന്നുവെച്ചാൽ ഒരു 2-3 സ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ. അത് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഫ്ലെയിം ഒട്ടും കൂട്ടേണ്ട ആവശ്യമില്ല. കൂട്ടിക്കഴിഞ്ഞാൽ അത് അടി പിടിക്കും. ഇപ്പോൾ ഇത് നെല്ലിക്ക വെച്ചിട്ട് ഒരു 10 ദിവസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഇരിക്കുന്ന കുറച്ച് കടുകുലയും പൊടിച്ചതുകൊണ്ട് അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ എന്നും ചൂടാക്കണമെന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ 20 ദിവസം ഇത് വയ്ക്കുന്നുണ്ട്. 20ാമത്തെ ദിവസം ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം. നിങ്ങൾക്ക് അതിന് മുന്നേ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 20 ദിവസത്തിൽ കൂടുതൽ വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും നമ്മൾ ഇത് ഒലത്തി എല്ലാം വരുമ്പോഴത്തേക്കും നല്ലോണം കറുത്ത് വരും. ഇപ്പം ഒത്തിരി അങ്ങനെ കറക്കണം എന്നില്ല. ഈ വലിയ നെല്ലിക്ക അത്രയും അങ്ങനെ കറുത്ത് വരില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഞാൻ ഈ നെല്ലിക്ക ഇളക്കിക്കൊണ്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്. നെല്ലിക്ക വെച്ചിട്ട് ഇപ്പോൾ 20 ദിവസം ആയിട്ടുണ്ട്. ഇന്ന് ഞാനിതെടുത്ത് ഉലർത്താൻ പോവുകയാണ്. ഉലർത്താനായിട്ട് നമുക്ക് 1 ബോൾ വെളുത്തുള്ളി ചതച്ചത് വേണം, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, പിന്നെ വെളിച്ചെണ്ണ. നല്ലെണ്ണയിൽ ഉലർത്തുന്നവരുണ്ട്. ഞാനിപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കാറില്ല, കാരണം ചില നല്ലെണ്ണയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് മാറ്റമുണ്ട്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉലർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണോ ഉലർത്തുന്നതെന്നുള്ളത് പറയാം. പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് നന്നായിട്ട് തന്നെ വേണം, കാരണം ഈ 1 കിലോ നെല്ലിക്ക നല്ലതുപോലെ ഇങ്ങനെ ഉലർന്നു തന്നെ കുറച്ചധികം എണ്ണ വേണ്ടി വരും. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാവണം, കരിയാതെയും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് മൂക്കണം, ഒരു ബ്രൗൺ കളറാവട്ടെ. ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് എല്ലാം മുഴുവനെയൊക്കെ കിടക്കുന്ന നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം, കാരണം കുറച്ച് അലിഞ്ഞിരിക്കുകയാണ് ടേസ്റ്റ്. അത് തന്നെയല്ല, അതിനുള്ളിലേക്ക് ഈ മസാലയെല്ലാം പിടിച്ച് എണ്ണയൊക്കെ ഉലർത്തി വരുമ്പോൾ നല്ലൊരു രുചി വരണമെങ്കിൽ മുഴുവനെ കിടന്നു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. നെല്ലിക്ക എല്ലാം തന്നെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനെ ഒരു നെല്ലിക്ക പോലും ഇല്ല. പിന്നെ നല്ലതുപോലെ ഈ ഉള്ളിയും ഓയിലും എല്ലാം ഒന്ന് മിക്സാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഈ വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, ഇത് വെള്ളം എല്ലാം ഇങ്ങനെ വറ്റിച്ചെടുക്കണം. അതുപോലെ കുറച്ച് ടൈം എടുക്കും. നല്ലതുപോലെ ഇളക്കി ആ എണ്ണയൊക്കെ ഒന്ന് പതുക്കെ തെളിഞ്ഞ് വരണം. അത്രയും നമ്മൾ ഇതിലിട്ട് വഴറ്റണം. ഇനി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇത് നിർബന്ധമേ ഇല്ല, ഇത് ചേർത്തില്ലെങ്കിലും
ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ പുളിപ്പും ഈ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് ചേർത്തില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 ടീസ്പൂൺ, 1 കിലോയ്ക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അതിൽ കൂടുതലും ഒട്ടും ആവശ്യമില്ല. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇനി ഇതിലിട്ടിങ്ങ് വഴറ്റുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൽ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും വെള്ളമായി ഒന്നും ഇതിൽ പാടില്ല. അതുപോലെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറേ സമയം കൊണ്ട് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ടൈം ആയി കേട്ടോ. ഇപ്പോൾ ഏകദേശം നെല്ലിക്ക ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതുപോലെ നല്ല കുറച്ച് ഡ്രൈ ആയി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലരും പല രീതിയിലാണ് നെല്ലിക്ക കറുപ്പിക്കാറ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു ഐറ്റം കൂടെ ചെയ്യാൻ പോവാണ്. നെല്ലിക്ക കൊണ്ടൊരു റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതും അതിനേലും സൂപ്പറാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യ് വേണം. കുറച്ച് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത്. ഇത്രയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ പാൻ അടുപ്പ് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഉള്ളി നല്ലതുപോലെ ആ നെയ്യിൽ കിടന്നൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചോറിനനുസരിച്ചിട്ടുള്ള നെല്ലിക്ക എടുക്കുക. ഞാൻ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു 1 ടേബിൾ സ്പൂൺ, 1.5 സ്പൂൺ ടേബിൾ സ്പൂണൊക്കെ മതി. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അതും കൂടെ നമ്മൾ ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല. പക്ഷേ പച്ചരി ചോറായിരിക്കും ഇതിനൊന്നും കൂടെ ടേസ്റ്റ്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചോറിന് കൂടാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നെല്ലിക്കയൊക്കെ ഉപ്പും എല്ലായിടത്തും ഒരേപോലെ വരണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നെല്ലിക്ക എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതുപോലെ നെല്ലിക്ക കറുപ്പിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയ ഇൻഗ്രീഡിയൻസ് എല്ലാം ലുലുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഏതെല്ലാം രാജ്യത്ത് ലുലു ഉണ്ടോ അവിടെയെല്ലാം ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാരണം സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.